Hello everyone, welcome to Grammar Galaxy. I hope you all are doing well. Yesterday we learned about grammar. What is grammar and what is the purpose of grammar in English language? Today I came here with a different topic. It's about sentences. I think you all know what a sentence is. What is a sentence? A sentence is a group of words that gives a complete thought. സെൻറ്റൻസ് എന്ന് പറയുന്നത് ഒരു കൂട്ടം വാക്കുകളെയാണ്. ആ വാക്കുകൾ നമുക്ക് പൂർണ്ണമായി ഒരു അർത്ഥം നൽകുന്നു. അതിനെയാണ് നമ്മൾ സെൻറ്റൻസ് എന്ന് പറയുന്നത്. സെൻറ്റൻസ് എന്ന് വെച്ചാൽ ഒരു കൂട്ടം വാക്കുകൾ, ആ വാക്കുകൾ നമുക്ക് പൂർണ്ണമായി ഒരു അർത്ഥം നൽകുന്നതിനെയാണ് നമ്മൾ സെൻറ്റൻസ് എന്ന് പറയുന്നത്. It begins with a capital letter and ends with a punctuation mark. സെൻറ്റൻസുകൾ എപ്പോഴും തുടങ്ങുന്നത് ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും. ഒരു സെൻറ്റൻസ് എഴുതുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ലെറ്റർ എപ്പോഴും ക്യാപിറ്റൽ ആയിരിക്കണം. അതുപോലെ തന്നെ ആ സെൻറ്റൻസ് അവസാനിക്കുന്നത് ഒരു പങ്ക്ച്വേഷൻ മാർക്കിലായിരിക്കും. എന്താണ് പങ്ക്ച്വേഷൻ മാർക്ക് എന്ന് പറഞ്ഞാൽ? പങ്ക്ച്വേഷൻ മാർക്ക് മീൻസ് ഇറ്റ്സ് എ സിമ്പിൾ we use in writing in order to make the meaning clear and meaningful. ഒരു സെൻറ്റൻസ് അതിൽ മീനിങ് ക്ലിയർ ആവാൻ വേണ്ടി നമ്മൾ ഏറ്റവും അവസാനം സെൻറ്റൻസിൻ്റെ അവസാനം ഉപയോഗിക്കുന്നതാണ് പങ്ക്ച്വേഷൻ മാർക്ക്. പങ്ക്ച്വേഷൻ മാർക്ക് തന്നെ പല ടൈപ്സ് ഉണ്ട്. അതായത് ക്വസ്റ്റ്യൻ മാർക്കുണ്ട്, ഫുൾ സ്റ്റോപ്പ് ഉണ്ട്, കോമയുണ്ട്, ദെൻ എക്സ്ക്ലമേഷൻ മാർക്കുണ്ട്. അപ്പോൾ ഇതിനെല്ലാമാണ് നമ്മൾ പങ്ക്ച്വേഷൻ മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെൻറ്റൻസ് തുടങ്ങുന്നത് എങ്ങനെയായിരിക്കും? ഒരു ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം സെൻറ്റൻസ് തുടങ്ങേണ്ടതും അത് അവസാനിക്കേണ്ടത് പങ്ക്ച്വേഷൻ മാർക്കിലും ആയിരിക്കണം. ഇനി സെൻറ്റൻസുകളുടെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് എക്സാമ്പിൾ ഈസ് ദ സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്. ആ ഒരു സെൻറ്റൻസ് അവസാനിക്കുന്നത് ഫുൾ സ്റ്റോപ്പ് എന്ന പങ്ക്ച്വേഷൻ മാർക്കിലാണ്. രണ്ടാമത്തെ സെൻറ്റൻസ് ക്യാൻ യു ഹെൽപ്പ് മീ? ആ സെൻറ്റൻസ് അവസാനിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ മാർക്കിലാണ്. പ്ലീസ് ക്ലോസ് ദ ഡോർ അത് അവസാനിക്കുന്നത് ഒരു ഫുൾ സ്റ്റോപ്പിലാണ്. വാട്ട് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ ഈ ഒരു സെൻറ്റൻസ് അവസാനിക്കുന്നത് എക്സ്ക്ലമേഷൻ മാർക്കിലാണ്. ഇനി ഇതൊക്കെ എന്താണെന്ന് ഓരോന്നും നമുക്ക് അടുത്ത സ്ലൈഡിൽ പഠിക്കാം. സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ്. A sentence has two parts and that is subject and predicate. ഒരു സെൻറ്റൻസിൽ രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഒന്നിനെ സബ്ജക്റ്റ് എന്നും രണ്ടാമത്തേന് പ്രെഡിക്കേറ്റ് എന്നും പറയുന്നു. ആൻഡ് വാട്ട് ഈസ് എ സബ്ജക്റ്റ്? ഇറ്റ് ഈസ് എ മെയിൻ പാർട്ട് ഓഫ് എ സെൻറ്റൻസ്. ഒരു സെൻറ്റൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് സബ്ജക്റ്റ് ടെൽസ് ഹൂ ഓർ വാട്ട് ദ സെൻറ്റൻസ് ഈസ് എബൌട്ട്. ഹൂ ആര് അല്ലെങ്കിൽ എന്ത് എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഒരു സെൻറ്റൻസിൽ ഹൂ അല്ലെങ്കിൽ വാട്ട് എന്ന് സൂചിപ്പിക്കുന്നതിനെയാണ് സെൻറ്റൻസ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് സബ്ജക്റ്റ് ആസ്ക് ഹൂ ഓർ വാട്ട് ക്വസ്റ്റ്യൻ. നൗ വി ക്യാൻ ഗോ ത്രൂ ദി എക്സാമ്പിൾസ്. ദ ഫസ്റ്റ് സെൻറ്റൻസ് ഈസ് ദ ഡോഗ് ബാർക്സ്. ഈ ഒരു സെൻറ്റൻസിൽ ദ ഡോഗ് ബാർക്സ് ഇതിൽ നമുക്ക് സബ്ജക്റ്റ് കണ്ടുപിടിക്കണം. അതിനായി നമുക്ക് ഹൂ അല്ലെങ്കിൽ വാട്ട് എന്ന ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ ഇൻ ദിസ് സെൻറ്റൻസ് ഐ എം ഗോയിങ് ടു ആസ്ക് ഹൂ ബാർക്സ്. സോ ദ ആൻസർ ഐ ഗോട്ട് ദ ഡോഗ്. സോ ദ ഡോഗ് ഇസ് ദ സബ്ജക്റ്റ് ഓഫ് ദി സെൻറ്റൻസ്. ഈ ഒരു സെൻറ്റൻസിൽ സബ്ജക്റ്റായി വരുന്നത് ആരാണ്? ദ ഡോഗാണ് സബ്ജക്റ്റായി വരുന്നത്. സെക്കൻഡ് എക്സാമ്പിൾ, റിയ സിങ്സ് ബ്യൂട്ടിഫുള്ളി. ഹൂ സിങ്സ് ബ്യൂട്ടിഫുള്ളി? നമുക്ക് കിട്ടുന്ന ആൻസർ റിയ എന്നാണ്. സോ റിയ ഇസ് ദ സബ്ജക്റ്റ് ഓഫ് ദി. രണ്ടാമത്തെ പാർട്ടാണ് പ്രെഡിക്കേറ്റ്. എന്താണ് പ്രെഡിക്കേറ്റ്? പ്രെഡിക്കേറ്റ് ടെൽസ് സംതിങ് അബൌട്ട് ദ സബ്ജക്റ്റ്. സബ്ജക്റ്റിനെ പറ്റി പറയുന്നു അല്ലെങ്കിൽ സബ്ജക്റ്റിന് കൂടുതൽ ഇൻഫർമേഷൻ നൽകുന്നതിനെയാണ് പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, റിയ സിങ്സ് ബ്യൂട്ടിഫുള്ളി. വാട്ട് ഡസ് റിയ ഡു? എന്താണ് റിയ ചെയ്യുന്നത്? സിങ്സ് ബ്യൂട്ടിഫുള്ളി. സോ ഹിയർ സിങ്സ് ബ്യൂട്ടിഫുള്ളി ഇസ് എ പ്രെഡിക്കേറ്റ് ആൻഡ് റിയ ഇസ് ദി സബ്ജക്റ്റ്. The second one, the rabbit ate the carrot.
What does the rabbit do? Ate the carrot. So here, ate the carrot is a predicate and the rabbit is the subject. I think now you got the difference between subject and predicate. What is a subject? Its subject tells who or what the sentence is about, and predicate tells something about the subject. Now let's discuss about the types of sentences. In English language, we have got 4 types of sentences, and that is declarative sentence, imperative sentence, exclamatory sentence, and interrogative sentences. We can go through this slide and know what these sentences are and what is the purpose of these sentences. The first sentence we are going to discuss is a declarative sentence. Declarative sentence is also called assertive sentence. A declarative sentence or assertive sentence makes a statement. ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ പറയുന്നതാണ് ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ അസേർട്ടീവ് സെൻറ്റൻസ് എന്നത്. ഇറ്റ് എൻഡ്സ് വിത്ത് എ പീരിയഡ് ഓർ ഫുൾ സ്റ്റോപ്പ്, ആൻഡ് യൂഷ്വലി എ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എൻഡ്സ് വിത്ത് എ ഫുൾ സ്റ്റോപ്പ്. ഒരു ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ എൻഡിലായിട്ട് എന്തുണ്ടാവും? ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടാവും. സോ ഇറ്റ്സ് ഈസി ടു ഫൈൻഡ് ഔട്ട് ദ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്. For example, he passed the examination, and after the examination there is a full stop. Second one, I have a blue dress, and after the dress there is a full stop. So a declarative or assertive sentence makes a statement and it usually ends with a full stop. Next, we are going to discuss about the interrogative sentence. An interrogative sentence asks a question and it ends with a question mark. Interrogative sentence എന്ന് പറയുന്നത് ഇറ്റ് യൂഷ്വലി ആസ്ക് എ ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ ആ ഒരു സെൻറ്റൻസ് എൻഡ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ മാർക്കോട് കൂടി ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഡിഡ് യു ലൈക്ക് ദ സ്റ്റോറി? ആൻഡ് ആഫ്റ്റർ ദ സ്റ്റോറി ദർ ഇസ് എ ക്വസ്റ്റ്യൻ മാർക്ക്. സോ ഇറ്റ്സ് ഈസി ടു ഫൈൻഡ് ഔട്ട് ആൻ interrogative sentence. Second example, do you have a pet? After the word pet, there comes a question mark. Third type of sentence is the imperative sentence. Imperative sentence is a sentence that makes a command, make a request, make a suggestion, and make a advice. ഒന്നെങ്കിൽ ഒരു കമാൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സജഷൻ, അല്ലെങ്കിൽ ഒരു അഡ്വൈസ്. അതിനെയാണ് നമ്മൾ ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സിറ്റ് ഡൗൺ, ഇറ്റ്സ് എ കമൻറ്റ്. പ്ലീസ് ഹെൽപ്പ് മീ, ഇറ്റ്സ് എ റിക്വസ്റ്റ്. ഓൾവേസ് സ്പീക്ക് ദ ട്രൂത്ത്, ഇറ്റ്സ് ആൻ അഡ്വൈസ്. ആൻഡ് വൺ മോർ തിങ്, ആൻ ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ഓൾവേസ് എൻഡ് വിത്ത് എ full stop, but sometimes it also ends with an exclamation mark. The last type of sentence is the exclamatory sentence. Exclamatory sentence shows strong feeling or emotions like happiness, sorrow, anger, and surprise, and it usually ends with an exclamation mark. ഒരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രോങ് ഇമോഷൻസിനെ അല്ലെങ്കിൽ ഫീലിങ്ങിനെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സെൻറ്റൻസാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എപ്പോഴും അവസാനിക്കുന്നത് ഒരു എക്സ്ക്ലമേഷൻ മാർക്കോടുകൂടി ആയി. ഹിയർ ആർ ദി എക്സാമ്പിൾസ് ഓഫ് ആൻ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. ഐ ആം ഫ്രീ, ഇറ്റ് എക്സ്പ്രസസ് ജോയ്. ഷീ ആക്ച്വലി വൺ expresses surprise. You are late again, it expresses anger. So, in order to show our emotions or feelings through the words, we use exclamatory sentences. Now, it's time to check your accuracy in sentences. I have given you some sentences. Identify the types of sentences
and comment your answer in the comment section. I have a pen. Be quiet. Where is your home? Please pass the salt. I got a new dress. What a lovely day. These are the sentences. Now, what you have to do is identify the types of sentences and comment your answers in the comment section. Thank you for watching the video. If you like this video, please subscribe to Grammar Galaxy and stay tuned for more fun grammar lessons.